മണ്ണിനെ പ്രണയിച്ചാൽ 100 മടങ്ങ് ഫലം തിരിച്ചു തരും എന്നത് മാത്യുവിന്റെ കാര്യത്തിൽ അക്ഷരം പ്രതി സത്യം. ഷാർജ അൽഗുബൈബയിലെ ഇംഗ്ലീഷ് വില്ല തന്നെ ഇതിന് നേർസാക്ഷ്യം. മാത്യുവിന്റെ ഒഴിവുകാല വിനോദമാണ് കൃഷി. ഈ വിനോദത്തിന് കൃത്യത കൂടി കൈവന്നപ്പോൾ വില്ലയ്ക്ക് ചുറ്റും പച്ചപ്പന്തലൊരുങ്ങി. ഫലം 100 മേനി വിള. പാരമ്പര്യ കർഷകനൊന്നുമല്ല മാത്യു. പക്ഷേ കൃഷിയോടുള്ള താല്പര്യമാണ് ഫ്ളാറ്റിൽ നിന്ന് വില്ലയിലേക്ക് താമസം മാറാൻ പ്രേരിപ്പിച്ചത്. പിന്നീട് ഇംഗ്ലീഷ് വില്ലയെ ഹരിതാഭയാക്കുകയായിരുന്നു ഇദ്ദേഹം. കൃഷിരംഗത്തേക്ക് എങ്ങനെ തിരികെന്ന് പറഞ്ഞാൽ എനിക്കിതൊരു ഭയങ്കര ഹോബിയാണ്, ഒരു ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അത് ചെറുപ്പം മുതലേ ഉള്ളൊരു താല്പര്യമാണ്. പിന്നെ അത് കുറേ കാലങ്ങളായിട്ട് ഗൾഫിൽ ഫ്ളാറ്റിൽ താമസിച്ചിട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഈ വില്ല വന്നപ്പോഴാണ് ഈ സാഹചര്യം കിട്ടിയത്. അപ്പം അത് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. തക്കാളിയും പടവലും കോവയ്ക്കയും ഇവിടെ പലയിടത്തും മലയാളികൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും ചേന അപൂർവമാണ്. കൂടാതെ കറിവേപ്പില, പീച്ചിങ്ങ, മുളക്, വെണ്ട, വഴുതന, വാഴ, ചീര, ഉലുവ ഇല, കാബേജ്, കോളിഫ്ലവർ, മത്തൻ, കുമ്പളം, തുവരപ്പരിപ്പ് എന്നുവേണ്ട വീട്ടിലേക്ക് ആവശ്യമായ ഒട്ടുമിക്ക പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നു. വർഷത്തിൽ 7 മാസം പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങാറില്ലെന്ന് മാത്രമല്ല, ശേഷിച്ച കാലത്തേക്ക് ഉണക്കി ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നു ഇവർ. ഇവിടെ എത്തുന്നവർ കൈനിറയെ പച്ചക്കറിയുമായാണ് മടങ്ങുക. ഇപ്പോൾ ഒരു പ്രാവശ്യം വെണ്ടയും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 7 മാസത്തേക്ക് വെജിറ്റബിൾസ് എല്ലാം വീട്ടിലേക്ക് ആവശ്യം കിട്ടും. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള വെജിറ്റബിളും ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ ഈ ഓഫ് സീസണിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ സീസൺ സമയത്ത് ഇപ്പം 120 പാവയ്ക്ക പറിച്ചു. ഇതെല്ലാം ആയിരിക്കും കുറേ ഉണങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് കഴിക്കാം. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരുന്നതും കാത്തിരിക്കുന്നവരാണ് മലയാളികൾ. ദിവസവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും കൃഷിക്കായി മാറ്റിവെച്ചാൽ അവരവർക്ക് ആവശ്യമായ പച്ചക്കറി വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് മാത്യു പറയുന്നു. ഈ വില്ലയ്ക്ക് ചുറ്റുമുള്ള മണ്ണിളക്കി മാറ്റി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിട്ട് പാകപ്പെടുത്തുകയാണ് ആദ്യം ചെയ്തത്. ആട്ടിൻകാഷ്ടവും വീട്ടിൽ നിന്നുള്ള പച്ചക്കറി അവശിഷ്ടങ്ങളുമൊക്കെയാണ് വളമായി ചേർക്കുന്നത്. മണ്ണുത്തിയിൽ നിന്ന് 1000 രൂപയുടെ വിത്ത് വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു ആദ്യ പരീക്ഷണം. പച്ചക്കറി ഉണ്ടാക്കുക മാത്രമല്ല, വിത്ത് ശേഖരിച്ച് സുഹൃത്തുക്കൾക്കും മറ്റും സൗജന്യമായി നൽകി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്നു ഈ കുടുംബം. ബുദ്ധിമുട്ടായിട്ട് ഒരു വലിയ പണിയായിട്ടൊന്നും കാണരുത്. ഇതൊരു ഹോബിയാണ്, നമ്മുടെ ആവശ്യമാണ്, നമുക്കൊരു തൃപ്തിയാണ്, മനസ്സിന് തൃപ്തി. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടില്ലേ ആൾക്കാർ, ചെറുപ്പക്കാർ എല്ലാം ഇപ്പം പിന്നെ മദ്രാസിൽ നിന്ന് ഇപ്പം പച്ചക്കറി വന്നില്ല, നമ്മുടെ നാട്ടിൽ പച്ചക്കറി ഇല്ല. അവനവൻ്റെ വീട്ടിൽ ഇപ്പോൾ റബ്ബറും സാധനം എല്ലാം വെച്ച് ഒരു 5 സെന്റ് സ്ഥലത്തിൽ പച്ചക്കറി വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ നല്ല കാലാവസ്ഥയല്ലേ, എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഏത് ജോലിക്കാരനും ഏത് പിള്ളേർക്കും ആർക്കും വേണമെങ്കിലും അവനവൻ്റെ വീട്ടിൽ ഒരു 5 സെന്റ് സ്ഥലത്ത് എന്തെങ്കിലും പച്ചക്കറി രാവിലെ ഒരു 15 മിനിറ്റ് ഏതെങ്കിലും കലങ്കപ്പ് ഇരിക്കുന്ന നേരം ഒരു 15 മിനിറ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടിലേക്കുള്ള പച്ചക്കറി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പച്ചക്കറികൾ കൂടാതെ കോഴി, താറാവ്, വെള്ളക്കാട, ടർക്കി എന്നിവയുമുണ്ട് ഈ പരിമിതമായ സ്ഥലത്ത്. അതിനാൽ മുട്ടയും ഇറച്ചിയും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നില്ല ഇവർക്ക്. ജൈവ പച്ചക്കറി കഴിച്ചു തുടങ്ങിയതോടെ രോഗങ്ങൾ കുറവാണെന്ന് മാത്യുവിന്റെ ഭാര്യ റാണിയും മകൾ ഡോണയും സാക്ഷ്യപ്പെടുത്തി. അതുകൊണ്ടുതന്നെ കൃഷിയിൽ ഇരുവരും സജീവമാണ്. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത പച്ചക്കറിയുടെ ഗുണമാണ് ഇവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യവും. ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇത് തന്നെ
പടവലങ്ങ തന്നെ പുറത്തെ പച്ചക്കറിയായിട്ട് ഒത്തിരി വ്യത്യാസം. അത് തന്നെ ഇപ്പുറത്തൊരു ഡയറ്റീഷ്യൻ ഉണ്ട്. ഞാൻ അന്നേരം ഈ പടവലങ്ങ അവിടെ കൊണ്ട് കൊടുത്തു. അയ്യോ റാണി എത്ര ടേസ്റ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ആ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും എത്ര ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു. അത് തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും പുള്ളിക്കാരുടെ സപ്പോർട്ട് കേട്ടപ്പം നമ്മൾ ഉണ്ടാക്കിയതിനകത്തൊരു സംതൃപ്തി തോന്നി ശരിക്കും. ഇംഗ്ലീഷ് വില്ലയുടെ സെക്യൂരിറ്റിയും കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയുമായ വിജയനാണ് കൃഷിയിൽ മാത്യുവിന്റെ ഗുരു. പിന്നീട് ഗുരുവിനെയും കവച്ചുവെക്കുന്ന പ്രകടനം കാഴ്ചവെച്ചതിൽ വിജയനും സന്തോഷം. വിജയന്റെ താമസ സ്ഥലത്ത് കപ്പ, കുമ്പളം, കാപ്സിക്കം, ഉള്ളി എന്നിവ കൃഷി ചെയ്തിട്ടുണ്ട്. പ്രതികൂല സാഹചര്യത്തിലും ഗൾഫിൽ കൃഷി ചെയ്ത് 100 മേനി കൊയ്യാമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ടായിക്കൂടാ എന്നാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. എല്ലാവരും ഒന്ന് മുണ്ട് മടക്കി കുത്തിയിട്ട് ഒന്ന് കളച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് പച്ചക്കറി ഉണ്ടാക്കാം. ഭക്ഷണം ഇതിന് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. ഇത് അന്യ നാട്ടിൽ നമുക്ക് അവിടെ കാല് പിടിക്കണം. നമുക്ക് ഇന്ന് പച്ചക്കറി തിന്നണമെങ്കിൽ അതും ഈ മറ്റേ കീടനാശിനി അടിച്ചിട്ടുള്ള സാധനങ്ങളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനേക്കാളും എത്രയും നല്ലത് നമുക്ക് ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. ഇപ്പോൾ നാട്ടിൽ മൊത്തം അസുഖങ്ങളും ക്യാൻസറും അതും ഇതൊക്കെ ഈ മരുന്ന് അടിച്ചിട്ടുള്ള സാധനം കഴിച്ചുകൊണ്ടാണ്. ഇതൊന്നും നമ്മുടെ നാട്ടുകാർക്ക് ആർക്കും അറിയില്ലല്ലോ. സമയക്കുറവാണ് പ്രധാന വില്ലൻ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന മലയാളികൾ ഈ ബിസിനസ്സുകാരന്റെ വില്ലയിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചാൽ മനസ്സ് മാറിയേക്കാം.